തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി ഈ ഫംഗ്ഷനെ മൊത്തത്തിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കാം. ആദ്യമേ നോക്കിയാൽ കാണാം എക്സ് വൈ എന്നാണ് കിടക്കുന്നത്. ഈ എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്ന, അതായത് രണ്ട് ഫംഗ്ഷൻ ഇവിടെ പ്രോഡക്റ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് എടുക്കുക, ഇത് സെക്കൻഡ് ആയിട്ട് എടുക്കുക. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ എക്സ് വൈയുടെ ആണ് ഇത്രയും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എടുക്കണം, ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ. അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 1 എന്ന് വരും. പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx ഈക്വൽ ടു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx. നമുക്ക് dy/dx അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദേ ഇവിടെ dy/dx വരുന്ന 3 എണ്ണം ഉണ്ട്. ഇതിനെ ആദ്യമേ ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു dy/dx പ്ലസ് 2y ഇൻറ്റു dy/dx. ഈ പ്ലസ് dy/dx ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് dy/dx ഈക്വൽ ടുവിനപ്പുറത്ത് എന്തുണ്ട്, സീക്ക് സ്ക്വയർ എക്സ്. ഇനി ഈ പ്ലസ് വൈ ഇൻറ്റു 1 എന്ന് പറയുന്ന വൈ തന്നെയാണ്. ഈ പ്ലസ് വൈ ഈക്വൽ ടുവിനപ്പുറത്ത് വരുമ്പോൾ എന്തായി, മൈനസ് വൈ എന്നായി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കോമൺ എടുക്കാം, dy/dx കോമൺ എടുക്കാം. അപ്പോൾ dy/dx കോമൺ എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് 2y, ഇവിടെ നോക്കിക്കേ dy/dx ആകുമ്പോൾ -1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഇനി dy/dxനെ മാത്രം ഇവിടെ നിർത്തുക. ഈക്വൽ ടുവിനപ്പുറത്ത് എന്തുണ്ട്, സീക്ക് സ്ക്വയർ എക്സ് -1. ഇവിടെ ഇൻറ്റു ചെയ്ത സാധനം ഈക്വൽ ടുവിനപ്പുറത്ത് വരുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y -1 എന്ന് കിട്ടി.